സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ഇൻവെസ്റ്റേഴ്സ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ വിജയം വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്നതിനിടെ മധ്യപ്രദേശിലെ BJP സർക്കാർ നടത്തിയ 8ാമത് മധ്യപ്രദേശ് ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റിൽ നടന്ന കോലാഹലങ്ങളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ മധ്യപ്രദേശിലെ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റിന്റെ ഫുഡ് കോർട്ടിൽ നടന്ന ദൃശ്യങ്ങളാണ്. അവിടെ ജനങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി പോരടിക്കുന്നതും പ്ലേറ്റുകളും ഫുഡ് കോർട്ടും അടക്കം തകർക്കുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 25 സമാപന ദിവസമായിരുന്നു ഫുഡ് കോർട്ടിൽ ഇത്ര വലിയൊരു കോലാഹലം അരങ്ങേറിയതെന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. 30 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് മധ്യപ്രദേശിൽ എത്തിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ച് നടത്തിയ പരിപാടിയിലാണ് ഇത്ര ഗുരുതരമായൊരു സംഘാടന പിഴവ് സംഭവിച്ചത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം നരേന്ദ്രമോദിയും പ്രമുഖ വ്യവസായി ഗൗതം അദാനിയും ഒക്കെ പങ്കെടുത്ത ചടങ്ങിലാണ് ഇത്ര ഗുരുതരമായൊരു സംഘാടന പിഴവ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ കേരളം ഇത്തരം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഒക്കെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ ബഹുദൂരം മുന്നിലാണ് എന്ന് കൂടി അംഗീകരിക്കേണ്ടി വരും. കാരണം സംസ്ഥാന സർക്കാർ ഇവിടെ സംഘടിപ്പിച്ച ഇൻവെസ്റ്റേഴ്സ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഭാഗമായി ഒരു സംഘാടന പിഴവുണ്ടായി എന്നൊരു വാർത്ത കേരളത്തിലെ ഇടതുവിരുദ്ധരായ ഒരു മുഖ്യധാരാ മാധ്യമത്തിന് പോലും പ്രസിദ്ധീകരിക്കാൻ സാധിച്ചില്ല. എന്നാൽ മധ്യപ്രദേശിലെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഇത്ര വലിയൊരു അരാജകത്വത്തിന് തുല്യമായ സംഭവങ്ങൾ അരങ്ങേറിയിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ ആ വാർത്ത കണ്ടമട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ മധ്യപ്രദേശിൽ BJP സർക്കാർ 2018 രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് ശേഷം അധികാരത്തിൽ വന്നത് മുതൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2023 അവർക്ക് ഒരു ഭരണ തുടർച്ച ലഭിക്കുന്നു. അതിനുശേഷം അവരുടെ മധ്യപ്രദേശിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ അത് ദളിത് പീഡനങ്ങളുടെയും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളുടെയും വാർത്തയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. 2022 വരെയുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിട്ട മറുപടിയിൽ പറയുന്നത് രാജ്യത്ത് ആദിവാസികൾക്കെതിരായി ഏറ്റവും കൂടുതൽ അതിക്രമം അരങ്ങേറുന്ന സംസ്ഥാനം BJP തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മധ്യപ്രദേശാണ് എന്നാണ്. മധ്യപ്രദേശിൽ നടക്കുന്ന ഈ ആദിവാസി അതിക്രമങ്ങളുടെ ഒരു രൂപം ഇടയ്ക്കൊരു വീഡിയോ ദൃശ്യമായി പ്രചരിച്ചിരുന്നു. അന്ന് അത് വലിയ കോലാഹലങ്ങൾക്ക് മധ്യപ്രദേശിൽ കാരണമായിരുന്നു. എന്തായാലും മധ്യപ്രദേശ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ച് നാണം കെട്ടപ്പോൾ അതേ രൂപത്തിലുള്ള ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വിജയകരമായി കേരളം നടപ്പാക്കി എന്നത് ഓരോ മലയാളിക്കും അഭിമാനിക്കാനുള്ള വകയുള്ള ഒന്ന് തന്നെയാണ്.